നമസ്കാരം. ഓം നമ ശിവായ. സമ്പത്ത് വർദ്ധിക്കാൻ, ഐശ്വര്യമുണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇതിനായി പലരും പല കാര്യങ്ങളെ കൂട്ടുപിടിക്കാറുമുണ്ട്. ഇത്തരത്തിലൊന്നാണ് വീട്ടിൽ ചില സസ്യങ്ങൾ നടുന്നത്. മണി പ്ലാന്റ് വീട്ടിൽ തന്നെ പണം എന്നതിനെ സൂചിപ്പിക്കുന്ന ഇത് വീട്ടിൽ വെക്കുന്നത് പണം ഉണ്ടാക്കാൻ നല്ലതാണ് എന്ന് നാം പൊതുവെ വിശ്വസിക്കുന്നു. ഇതിനാൽ തന്നെ മിക്കവാറും വീടുകളിൽ മണി പ്ലാന്റ് ഉണ്ടാകും. വീട്ടിൽ മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്താൽ പണം കൂടും. നാം വിചാരിക്കുന്ന ഐശ്വര്യവും സദ്ബലവും നമ്മളുടെ വീടിനെ തേടി വരും. 2 സ്ഥാനങ്ങളിൽ മണി പ്ലാന്റ് വെക്കുന്നത് സമ്പത്തുണ്ടാക്കാൻ പ്രധാനമാണ്. ഒന്ന് മഹാലക്ഷ്മി വാസമുള്ള സ്ഥാനത്താണ്, അതായത് തെക്ക് കിഴക്കേ മൂല. അടുത്തത് കുബേരന്റെ ദിക്ക് എന്നറിയപ്പെടുന്ന വടക്ക് ദിക്കും. ഈ 2 സ്ഥാനങ്ങളിലോ ഇതിലേതെങ്കിലും ഒരു ഭാഗത്തോ മണി പ്ലാന്റ് വെക്കുന്നതാണ് വളരെ നല്ലത്. സാമ്പത്തിക ലാഭത്തിനായി മണി പ്ലാന്റിന്റെ ചുവട്ടിൽ ഒരു വസ്തു വെക്കുകയാണ് വേണ്ടത്. ഇത് തറയിലാണോ ചട്ടിയിലാണോ വെച്ചിരിക്കുന്നത് എന്നനുസരിച്ച് ഇതിന്റെ ചുവട്ടിലായി മണ്ണ് മാറ്റി ഈ വസ്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐശ്വര്യം കുന്നുകൂടും. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ 1 രൂപ നാണയമോ അല്ലെങ്കിൽ 5 രൂപ നാണയമോ എടുത്ത് ഇത് നിലവിളക്കിന് മുൻപിൽ ഇരുന്നോ അല്ലെങ്കിൽ നിന്നോ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. നന്നായി പ്രാർത്ഥിച്ച് സമ്പത്തും ഐശ്വര്യവും എന്നിലേക്ക് തരണമേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ, ഐശ്വര്യവും സമ്പത്തും തന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതെങ്കിലും മഹാലക്ഷ്മി ദേവി മന്ത്രം 108 തവണ ചൊല്ലി 2 കൈയും കൂപ്പി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീരാനും കടങ്ങളുണ്ടെങ്കിൽ ഇത് മാറാനും പ്രാർത്ഥിക്കുക. ഇതുപോലെ തൊഴിൽ ഉയർച്ചയ്ക്കായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് സ്വയമേ ഉള്ളവർക്കായോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കായോ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഭാഗ്യം തുണയ്ക്കാൻ പ്രാർത്ഥിക്കുക. നല്ല വിജയമുണ്ടാകാൻ, പ്രശസ്തിയും പ്രശംസയും സാമ്പത്തിക സ്രോതസ്സുകൾ നമ്മൾ തേടി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിനുശേഷം ഈ നാണയം ഇരുവശത്തേക്കും അല്പം, ഈ നാണയത്തിൻ്റെ ഇരുവശത്തും 2 ഭാഗത്തും അല്പം നെയ്യ് പുരട്ടാം. ഈ നാണയം കയ്യിൽ പിടിച്ച് നിലവിളക്കിൽ 3 തവണ നമ്മൾ ഒഴിയുക. ശേഷം ഇത് തുണിയിലോ ഒരു പേപ്പറിലോ പൊതിഞ്ഞ് മണി പ്ലാന്റിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുക. ഇത് സാമ്പത്തിക ലാഭത്തിന് വളരെ നല്ലതാണ്. ഐശ്വര്യവും നേട്ടവും ഉണ്ടാകാൻ വളരെ നല്ലതാണ്. മണി പ്ലാന്റിനെ നല്ല രീതിയിൽ സംരക്ഷിക്കണം. അതിൻ്റെ ഇലകൾ വാടാതെ അതിനെ തൊട്ട് തഴുകി നമ്മുടെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ദേവി എന്ന നിലയിൽ അതിനെ സംരക്ഷിക്കുക. അതിനോട് സംസാരിക്കാം. മാത്രവുമല്ല അതിന് വളർന്നു വരാൻ ആവശ്യമായ വെള്ളവും വളവും നമ്മൾ കൊടുക്കുക. മണ്ണ് എപ്പോഴും പരിശുദ്ധമാക്കി സൂക്ഷിക്കുക. പുറത്തു നിന്നും വരുന്ന ആളുകളെ ഇത് തൊടാനോ അതിൻ്റെ ഇലകളോ അല്ലെങ്കിൽ അതിൻ്റെ ശാഖകളോ ഒക്കെ നുള്ളിയെടുക്കാനോ ഒന്നും നമ്മൾ അനുവദിക്കരുത്. അങ്ങനെ മണി പ്ലാന്റിനെ സമ്പുഷ്ടമായി വളർത്തിയെടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടിനകത്ത് ഐശ്വര്യം കുന്നുകൂടും, ഐശ്വര്യം വരുമെന്നാണ് പറയപ്പെടുന്നത്.